ലഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ കറി ഉണ്ട്. ഏകദേശം സാധനങ്ങളൊക്കെ കൂടുതൽ, എന്നാലും എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങോട്ട് വരുമ്പോ ബാഗ് എടുത്ത് വണ്ടി വരും. ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോഴേ ഇന്നത്തെ ഒരു ദിവസത്തെ നമ്മളെ പുതിയ വീട്ടിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തരാം കേട്ടോ. എന്നും ഫുള്ള് തിരക്കാണ്, ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാറില്ല. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോഴും മംഗളയിൽ എന്തെങ്കിലും പരിപാടി വരും, അപ്പം തന്നെ വരും, എന്തെങ്കിലും ലീവ് ഉണ്ടാകുമ്പോൾ വരും. അങ്ങനെ ആയിട്ട് ഫുള്ള് യാത്രയാണ് കേട്ടോ. അതാണ് മരതൊക്കെ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ്. ഇൻസ്റ്റൻറ്റ് ചപ്പാത്തിയും പൊറാട്ട എപ്പോഴും വാങ്ങിക്കാറുണ്ട്, പക്ഷെ പൂരി ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, ക്രിസ്പി ആയിരുന്നു, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പൂരി, അതുപോലെ പൊട്ടാറ്റോ ജസ്റ്റ് സ്മാഷ് ചെയ്ത ഒരു കറിയില്ലേ, ആ കറിയും ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. രാവിലെ എണീറ്റ് ഉടനെ എൻ്റെ ജോലി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, അവരെ ടിഫിൻ റെഡിയാക്കുക, യൂണിഫോം അയൺ ചെയ്യലും അവരെ കുളിപ്പിക്കലും ഒരുക്കലൊക്കെ പിന്നെ ഇക്ക ചെയ്തോളൂ കേട്ടോ. അതുകൊണ്ട് ആ ടെൻഷനില്ല. ഇപ്പോൾ ഈ വീഡിയോ എടുത്തത് പട്ടാമ്പിന്നാണെങ്കിൽ ഇതിൻ്റെ വോയിസ് ഓവർ ഞാൻ ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് മംഗള വീട്ടിലിരുന്നിട്ടാണ് കേട്ടോ. അങ്ങനെയാണ് ഡെയിലി. ഇന്ന് രാത്രി അവിടെയാണെങ്കിൽ രാവിലെ എവിടെയാണ്, ഫുള്ള് ഓട്ടത്തിലാണ്. രാവിലെ എണീറ്റാൽ പിന്നെ ഒരു ഓടിപ്പായലാണ് കേട്ടോ. ഒന്നാമത് സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഒരു രാവിലെ എണീറ്റ് ഉടനെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കുട്ടികളുടെ ടിഫിൻ കൊണ്ട് ശരിയാക്കി കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. പിന്നെ അവർ കുളിക്കലും മാറ്റിലൊക്കെ പിന്നെ ഇക്ക നോക്കും, പിന്നെ അതൊക്കെ അങ്ങനെ നടന്നോളും. അതേപോലെ തന്നെ നമ്മൾ അവിടെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഉള്ള ഓട്ടോമാബിനാണ് ഇങ്ങോട്ട് വരാം. അപ്പോൾ അവൻ്റെ 9-10 ആകുമ്പോൾ വരും, ആ മക്കളെ പിക്ക് ചെയ്തോളും. പക്ഷെ രാവിലെ എനിക്കൊരു ടെൻഷനാണ്, ബ്രേക്ക്ഫാസ്റ്റ് ആവില്ല, കുട്ടികൾക്ക് കഴിക്കാൻ ടൈം ആകുമ്പോഴത്തേന് കിട്ടില്ല, അല്ലെങ്കിൽ ടിഫിൻ ആവില്ല എന്നൊരു ടെൻഷനാണ് കേട്ടോ. നമ്മുടെ പട്ടാമ്പി വീട്ടിലാകുമ്പോൾ പിന്നെ എല്ലാം വാപ്പയമ്മയാണ് നോക്കിയിരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനത്തെ ടെൻഷൻസ് ഉണ്ടായി. എനിക്ക് നേരെ തിരിച്ചായിരുന്നു, ഞാനാണ് ഡ്രസ്സ് അയൺ ചെയ്തിട്ട് കുട്ടികളെ ഒരുക്കുക, ആ ജോലികൾ എനിക്കുണ്ടായിരുന്നുള്ളൂ. കുക്ക് ചെയ്യുന്നൊക്കെ അമ്മി വാപ്പിയായിരുന്നു. അപ്പോൾ തടി ഇങ്ങനെ കുറച്ച് കൂടുന്നതുകൊണ്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഒരു പൂരി കഴിച്ചു. ഇക്കനി കുട്ടികൾ പോയിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യും. ഒന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓട്സാണ് അധികം ഇപ്പോൾ രാവിലെ കഴിക്കാറ്. ഞാൻ കുറച്ച് ഓട്സൊക്കെ ചിലപ്പോൾ കഴിക്കാറുണ്ട്. പിന്നെ ഞാൻ വെജിറ്റബിൾ സൂപ്പ് കുടിക്കും, പിന്നെ അതുപോലെ എന്തെങ്കിലും വെജിറ്റബിൾ സാലഡോ അങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷേ ലഞ്ച് ഇതുവരെ കുറക്കാൻ പറ്റുന്നില്ല. ലഞ്ച് എന്തായാലും നല്ല ചോറും കറിയും ഉപ്പേരിയും ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ അതൊക്കെ വേണം. ആ സമയത്തുള്ള ഫുഡ് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാടൊന്നും കഴിക്കില്ല കേട്ടോ, ചെറിയ ക്വാണ്ടിറ്റി കഴിക്കുള്ളൂ. പക്ഷെ നല്ല രസമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വേണം, ഒന്നും സ്കിപ്പ് ചെയ്യാൻ തോന്നാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇങ്ങനെ നോർമലാണ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓട്സ് ആണെങ്കിലും സൂപ്പ് ആണെങ്കിലും എന്തെങ്കിലും സാലഡ് പോലത്തെ ആണെങ്കിലും അതൊക്കെ ഓക്കെയാണ്. അങ്ങനെ ഒരുപാട് രാവിലെ അങ്ങനെ കഴിച്ചോളണമെന്നൊന്നുമില്ല. അപ്പോൾ അതിന് കുറച്ച് സൂപ്പ് ഉണ്ടാക്കുന്ന ടൈമാണ്. സൂപ്പ് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം കേട്ടോ, നല്ലൊരു വെജിറ്റബിൾ സൂപ്പ്. ഇന്നിപ്പോഴേ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് പ്ലാനിങ്ങിലൊന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. മീൻ അങ്ങനെ പ്ലാനൊന്നും ചെയ്തിട്ടില്ല. ഇന്നലെ അങ്ങനെ തോന്നി ഓക്കെ എന്തൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ചുരിദാർ ഒന്ന് രാത്രി തന്നെ സെറ്റപ്പാക്കി വെച്ചിരുന്നു. ഇപ്പം ഞാൻ ഈ ഒരു നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പം രാവിലത്തെ ഞാൻ പറഞ്ഞു ഈ ഓട്ടം കഴിഞ്ഞാലുള്ളൂ ഇനി ഒന്ന് ഒരുങ്ങാനൊക്കെ ഉള്ള മൂഡുണ്ടാവുക. അപ്പോഴേ ഞാൻ സൂപ്പ് മേക്കർ കാണിച്ചു തരാം കേട്ടോ. സൂപ്പ് മേക്കർ കുറച്ച് ദിവസം മുന്നെയാണ് ഇപ്പോൾ നമ്മൾ അഗാരോൻ്റെ സൂപ്പ് മേക്കർ വാങ്ങിച്ചത്. ഇതാണ് അഗാരോ എലൈറ്റ് സൂപ്പ് മേക്കർ. ഇതൊരു 900 വാട്ട്സിന്റെ ഒരു കോമ്പാക്ട് സൂപ്പ് മേക്കർ ആണ് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ സൂപ്പ് മേക്കറിന്റെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഇത് മിനിമം കപ്പാസിറ്റി 800 ml മാക്സിമം കപ്പാസിറ്റി 1000 ml ആണ്. ഇതിന്റെ ലിഡിലായിട്ട് ഇതുപോലെ ബ്ലേഡ് വരുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, കാരണം ഇതിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ലിഡിലാണ്. പിന്നെ ഇതാ ഡിറ്റാച്ചബിൾ ആയിട്ടൊരു കേബിൾ വരുന്നുണ്ട്. ഇതിന്റെ എല്ലാ വിവരങ്ങളും ഉള്ള യൂസർ മാനുവലും ഉണ്ട്, അതുപോലെ വാറന്റി കാർഡും ഉണ്ട് കേട്ടോ. ഈ ലിഡിലായിട്ടൊരു പവർ പ്ലഗ് വരുന്നുണ്ട്. അതിന്റെ സോക്കറ്റ് വരുന്നത് നമ്മുടെ സൂപ്പ് മേക്കറിന്റെ ഹാൻഡിലാണ്. ഇതുപോലെയാണ് ഇത് ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. സൂപ്പ് മേക്കറിന്റെ ഈ ഒരു ബേസ് ഭാഗത്താണ് കേട്ടോ പവർ കേബിൾ ഫിറ്റ് ചെയ്യാനുള്ള ഈ ഒരു സോക്കറ്റ് വരുന്നത്.
സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലിഡിലുള്ള കൺട്രോൾ ബട്ടൺസ് എല്ലാം ഇതുപോലെ റെഡ് കളറായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം കേട്ടോ. ഇതിൽ സ്മൂത്ത്, ചങ്കി, കോമ്പൗണ്ട്, ജാം, റീഹീറ്റ്, ബ്ലെൻഡ് തുടങ്ങി 6 പ്രീസെറ്റ് കുക്കിംഗ് ഫംഗ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ ഈ ഒരു മോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ മോഡുകൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ അത് കൂടാതെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. ഇത്രയാണ് കേട്ടോ ഇതിന്റെ ലിഡിൽ വരുന്ന കൺട്രോൾ ബട്ടൺസ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സൂപ്പ് മേക്കർ കേട്ടോ. സിമ്പിൾ സാധനമാണ്, കുറച്ച് വർക്കിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്കൊരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 ദിവസം മുന്നേ പർച്ചേസിന് പോയപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള 2 ദിവസത്തേക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ പൈനാപ്പിൾ ഞാൻ സാധാരണ പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളുടെ സൂപ്പ് മേക്കറിൽ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. മിനിമം ഓർ മാക്സിമം ലെവലിൽ വെള്ളം ഒഴിക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുത്തു. അതിൻ്റെ നമ്മൾ പ്രീസെറ്റിൽ ഞാൻ ബ്ലെൻഡാണ് കേട്ടോ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ജ്യൂസ് പൈനാപ്പിൾ ഇതാ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് സാധാരണ ജ്യൂസ് നമ്മൾ അരിച്ചെടുക്കുന്ന പോലെ അരിച്ചെടുത്ത് നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ്, നല്ല ഫ്രഷ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മോർണിംഗ് ടൈമിലോ അല്ലെങ്കിൽ ഈവനിങ് ടൈമിലോ കുടിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇത് ഒരുപോലെ നമ്മളെ ബോഡിക്കും അതുപോലെ നമ്മുടെ സ്കിന്നിന് അടിപൊളിയായിട്ടുള്ളൊരു സൂപ്പാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൽ ഞാനൊരു 1/2 പീസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഒരു പീസ് ഓണിയൻ ചേർക്കാം. അതുപോലെ സ്പൈസ് വേണമെന്നുള്ളവർക്ക് ഇച്ചിരി പെപ്പറും ചേർക്കാം. ഞാനിത് രണ്ടും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൽ സ്മൂത്ത് മോഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെയിം ടൈം ഈ വെജിറ്റബിൾ കുക്ക് ആവുകയും ചെയ്യും. അതുപോലെ ഇത് മിക്സ് ചെയ്തതാ ഈ ഒരു പരുവത്തിൽ നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് സൂപ്പ് റെഡി ആയി കിട്ടും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ്. സ്കിന്നിന് വേറൊരു വൈറ്റമിൻസിൻ്റെ ആവശ്യമില്ല. ഞാനൊരു കുറച്ചൊരു അരമുറി ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്, ഇച്ചിരി ഉപ്പും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും റെഗുലറായിട്ടൊരു മീലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സൂപ്പാണ് കേട്ടോ. ഭയങ്കര ഹെൽത്തിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ഞാനിത് ആമസോണിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ യൂസിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഇത് വൃത്തിയായി ക്ലീൻ ആക്കാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. സാധാരണ പോലെ സ്പോഞ്ചോ അല്ലെങ്കിൽ ക്ലോത്ത് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലീൻ ആക്കി എടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്ലഗിൻ്റെ പോർട്ടിലും സോക്കറ്റിലും ഒന്നും വെള്ളമാവാതെ സൂക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ടിഷ്യൂ അല്ലെങ്കിൽ തുണിയൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ച് വൃത്തി ഉണക്കി വെച്ചാൽ മതി. കേടുകൂടാതെ ഒരുപാട് കാലം ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ നമ്മുടെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കട്ടെ. അപ്പോഴേ ഏകദേശം സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടാവില്ല. അപ്പോൾ ഇസുകൊണ്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ട് ഞാൻ ബുക്ക് അവിടുത്തെ വേണം ഓട്ടോ മാമനോട് ഇന്ന് അവിടെ വരാൻ പറയാം. അപ്പോൾ വേഗം ഒന്ന് വീട്ടിൽ പോട്ടെ കേട്ടോ. 2 പേരുടെ ബാഗ് ആസുവിൻ്റെ കിറ്റ് എടുത്തോ? ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ നിൽക്കല്ല, മാമ ഇപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ ബാഗ് എടുത്ത് വണ്ടി കയറി. അതിന് കുറച്ച് ബുക്ക് നല്ലൊരു മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ കൊടുത്ത് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ഇങ്ങനെ പോവാണ്. ഗേറ്റ് അപ്പോഴേ അങ്ങനെ ഞങ്ങൾ പട്ടാമ്പിൽ പോയി വന്നു. അപ്പം അവിടെ പോയി പെട്ടെന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അമ്മയും അപ്പയൊക്കെ ഓരോ പരിപാടിയിലായിരുന്നു. അപ്പോൾ ഇനി ലഞ്ച് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഇക്ക ഇപ്പോൾ എക്സസൈസ് ടൈമാണ്. ഇക്ക എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും അപ്പോൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോട്ടെ. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കാരണം കുറേ ദിവസം ഇങ്ങനെ വീഡിയോകളൊക്കെ ഇടാണ് ഓരോ കാര്യമായിട്ട് നടക്കുമ്പോഴേ വീഡിയോസ് ലാഗാവുന്ന പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ്ങിലാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് എഴുതിയൊക്കെ വെച്ചൊന്ന് ഓർഡർ ചെയ്താണ് ആദ്യം. അല്ലെങ്കിൽ എനിക്കൊരു ഐഡിയ കിട്ടില്ല എന്തൊക്കെയാണ് അതിന് ചെയ്യാനുള്ളത്. ഇനി നാളെ എന്താ ചെയ്യേണ്ടത്, ഇനി ഈ മാസം കുറച്ച് ദിവസങ്ങളുള്ളൂ, ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതൊക്കെ ഉള്ള കംപ്ലീറ്റ് എഴുതി വെക്കായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഒരു ഐഡിയയും കിട്ടില്ല. അപ്പോൾ ഇന്നലെ ആ പരിപാടി കഴിഞ്ഞു. ഇനി എന്തായാലും കുക്ക് ചെയ്യട്ടെ. ഇന്നിപ്പം ചോറ്, സാധാരണ ചോറ് ഉണ്ടാക്കാം. പിന്നെ എന്താണ്, നമുക്ക് പൊട്ടാറ്റോ ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധാരണ ചോറും ചിക്കൻ ഉപ്പേരി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നോക്കട്ടെ എന്തൊക്കെ കിച്ചണിൽ പോയാലും ഐഡിയ കിട്ടുള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കുട്ടികളെ ഓടിപ്പിടിച്ച് സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ കിച്ചൻ്റെ അവസ്ഥ ഇതായിരിക്കും കേട്ടോ. കാരണം എപ്പോഴും ഇങ്ങനെ ജോലി ചെയ്യുന്നവർക്കൊക്കെയാണ് ഇതിങ്ങനെ ഓർഗനൈസ് ആയിട്ട് ചെയ്യാൻ വൈകുള്ളൂ. ഞാനിങ്ങനെ എപ്പോഴെങ്കിലും ചെയ്യുന്നതുകൊണ്ട് ആകെ മെസ്സായിരിക്കും കേട്ടോ. പിന്നെ ആദ്യം കിച്ചൺ ക്ലീൻ ആക്കിയിട്ടാണ് ബാക്കി ലഞ്ച് പ്രിപ്പറേഷൻ തുടങ്ങുള്ളൂ. അപ്പം ഞാൻ ആദ്യം കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇടുകയാണ്. ഞാൻ ഈ ഒരു ഗ്ലൗസ് വാങ്ങിക്കാനുണ്ട്, ഡിസ്പോസിബിൾ. ഈ ഗ്ലൗസ് മസ്റ്റാണ്. കൈ പെട്ടെന്ന് എനിക്ക് ഡിറ്റർജൻറ്റ് ഭയങ്കരമായിട്ട് കൈ ഡാമേജ്
കയ്യിലും. അപ്പം ഞാൻ എപ്പോഴും ഈ ഒരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് പാത്രം കഴുകാറുള്ളൂ. അപ്പം എന്തായാലും നമ്മൾ ആദ്യം പാത്രമൊക്കെ കഴുകി, പാത്രം കഴുകലാണല്ലോ കിച്ചണിലത്തെ മെയിൻ കാര്യം. അപ്പം എന്തായാലും ആദ്യം പാത്രമൊക്കെ കഴുകി ഒന്ന് കിച്ചൺ ക്ലീൻ ആക്കിയിട്ട് എന്നിട്ട് ലഞ്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മളുടെ ഫ്രൂട്ട്സ് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ നാശമാവും. ഇവിടെ ഫ്രിഡ്ജ് ഇല്ലാത്തത് മെയിൻ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരു മാസത്തേക്കെല്ലാം വിചാരിച്ചു നമ്മളങ്ങനെ ഫ്രിഡ്ജ് ഒന്നും സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പപ്പായ ഏകദേശം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ചിക്കൻ കഴുകുമ്പോൾ ഇതുപോലെ ഒരു തവണ 2-3 തവണ വെള്ളത്തിൽ കഴിക്കുന്നതിന് ശേഷം ഇതുപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കൂടി ചിക്കൻ കഴുകാറുണ്ട് കേട്ടോ. അത് വാപ്പ് പഠിപ്പിച്ചാൽ അപ്പോൾ ശരിക്കും ആ ചിക്കൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകാൻ അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ലഞ്ചിന് കോളിഫ്ലവർ ഉണ്ട്. കോളിഫ്ലവർ വെച്ചൊരു കറി ഉണ്ടാക്കാം, അതുപോലെ ചിക്കൻ ചില്ലി ഉണ്ടാക്കാം എന്നിട്ട് വിചാരിച്ച്. ഇത് ചിക്കൻ ചില്ലിൻ്റെ ഇൻസ്റ്റൻറ്റ് പൗഡർ, അപ്പോൾ പിന്നെ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു മുട്ടയും ഈ ചിക്കൻ ചില്ലി പൗഡറും മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ ഒന്നും വാങ്ങിയത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത് നല്ല കറക്റ്റ് ടേസ്റ്റാണ്. അതിൻ്റെ കമ്പനി നോക്കാൻ മറന്നു കേട്ടോ, അടിപൊളിയാണ്. അധിക ദിവസം ഇക്ക ഓട്സും ഞാനും ഓട്സ് കഴിക്കും, സൂപ്പ് കുടിക്കും, അങ്ങനെയൊക്കെ കേട്ടോ ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് പൂരി കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇക്കാക്ക് ഈ പൊട്ടാറ്റോൻ്റെ സ്മാഷ് ചെയ്ത കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളും ഇന്ന് പൊട്ടാറ്റോയും ഒക്കെ കൂട്ടി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ലഞ്ച് കഴിക്കാൻ എന്തായാലും 2 മണിയാവും. അപ്പം പിന്നെ എന്തായാലും ഇനി കോളിഫ്ലവറിൻ്റെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഒരു കറി തന്നെയാണ് കേട്ടോ. കോളിഫ്ലവറും ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പം ജസ്റ്റ് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് എണ്ണയിൽ നന്നായിട്ട് വാട്ടി, ഇത് ബട്ടറിലാണ് കേട്ടോ ഞാൻ വാട്ടിയെടുത്തത്. ആ ബട്ടർ ഒരു ഗാർലിക് ബട്ടർ ഉണ്ട്. അപ്പോൾ പിന്നെ ഗാർലിക് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ അതിനകത്ത് നേരത്തെ ചിക്കൻ ചില്ലി പൗഡറിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതും കംപ്ലീറ്റ് ചേർത്തു. അതുകൊണ്ട് സെപ്പറേറ്റ് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തില്ല. അതിൽ ആ മസാലയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ചേർത്തു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പം അത്ര ആയപ്പോൾ തന്നെ കോളിഫ്ലവറിൻ്റെ കറി അടിപൊളിയാണ്. കോളിഫ്ലവർ പിന്നെ നമ്മൾ വേവിച്ചിട്ട് തന്നെയാണ് കേട്ടോ. വേവിച്ചിട്ട് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടാണല്ലോ എന്തെങ്കിലും ഉള്ളിൽ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടി അങ്ങനെ റെഡിയാക്കി വെച്ചതായിരുന്നു. അങ്ങനെ നമ്മൾ കോളിഫ്ലവറൊക്കെ ഇട്ട് നമ്മൾ കറി അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇക്ക അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുക. മൂപ്പർ കുറച്ച് പിസ്ത കൊണ്ടു കൊടുത്തതാണ്. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ കറി നല്ല തിളച്ച് വന്നു. കുക്ക് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റാണ് പിന്നെ നമ്മുടെ മല്ലിയില ഇട്ടത്. ഞാനിങ്ങനെ ഒരു വിളമ്പുന്ന ഒരു പാത്രത്തിൽ നമ്മൾ സോസ് പാനിലേക്ക് ഒന്ന് മാറ്റി വെച്ചതാണ്. അപ്പോൾ എന്തായാലും ചിക്കൻ ഓൾമോസ്റ്റ് ഒരു 1 അവർ ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ ഓയിൽ അല്ല, ഇന്ന് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഗ്യാസ് സ്റ്റവ് ഇവിടെ ഉണ്ട്. പിന്നെ സിലിണ്ടർ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്. പക്ഷെ അന്ന് റെഗുലേറ്റർ ഫിറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നം പറ്റുക, റെഗുലേറ്റർ കുറച്ച് കേട് വന്നു. പിന്നെ ഒരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ മതിയെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഒറ്റ ഇൻഡക്ഷൻ കുക്കറുമാണ് നമ്മൾ എല്ലാ കുക്കിങ്ങും കഴിക്കാറുള്ളത്. അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഒക്കെ ഇതാ കഴിഞ്ഞു. അപ്പത്തിനും വീണ്ടും അതുപോലെ പാത്രങ്ങൾ കുമിഞ്ഞു കൂടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആ പാത്രങ്ങളൊക്കെ പിന്നെ എനിക്ക് ഇക്കാറുണ്ട് കഴുകി തന്നെ. മൂപ്പര് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. അപ്പം പിന്നെ പാത്രങ്ങളൊക്കെ പിന്നെ ഒക്കെ കഴുകി തരും. ഏതോ വീഡിയോ ഒക്കെ കണ്ടിക്ക മറിമായത്തിൻ്റെ ഭയങ്കര ഫാനാണ്. അതൊക്കെ കണ്ടിട്ട് എന്തായാലും പാത്രങ്ങളൊക്കെ കഴുകി കിട്ടിയിട്ടുണ്ട്. നോക്കൂ നമ്മുടെ കോളിഫ്ലവർ കറി, മഞ്ചൂരി, കോളിഫ്ലവർ മഞ്ചൂരി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് ആണ് പരിപാടി. തുടക്കൽ ഞാൻ എന്നൊന്നും തുടക്കാറൊന്നുമില്ല, എന്നും തൂത്ത് വാരിയിടും കേട്ടോ. ആഴ്ചയിൽ ഒരു തവണയൊക്കെ തുടക്കാറുള്ളൂ, കാരണം അത്രയൊക്കെ തന്നെ അഴുക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുളിച്ച് ഫ്രഷായി. അപ്പോൾ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി, ബാങ്ക് കൊടുത്തു, എല്ലാ പരിപാടി കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞിട്ട് ഫുഡിങ് ലഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ കറി ഉണ്ട്. പോയി കുറച്ച് പർച്ചേസ് ചെയ്തിരിക്കണം. ഒന്ന് ഭയങ്കര ലഞ്ചാന്ന് പറഞ്ഞു, ഒന്ന് പോയി നോക്കാം. ഭയങ്കര ലഞ്ച് എന്നൊക്കെ പറഞ്ഞു, ഒന്ന് പോയി നോക്കാം.
ഇങ്ങനെയുള്ള ദിവസങ്ങൾ എപ്പോഴും കിട്ടാറില്ല കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം ഇവിടെ വീട്ടിലൊന്ന് കിട്ടിയത്. എന്നിട്ട് നാളെ ഞങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് പോകും, അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടാണ് വീഡിയോകളൊന്നും അങ്ങനെ കറക്റ്റായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് മയങ്ങിയൊക്കെ എണീറ്റു. മക്കൾ ഒരു 4:20 എത്തും. അപ്പോഴത്തേനും ഇന്ന് ചോളം ഉണ്ട്, നമുക്ക് ജസ്റ്റ് ചോളമൊക്കെ ഒന്ന് പുഴുങ്ങി ചായയൊക്കെ ഉണ്ടാക്കി വെച്ചു കുട്ടികൾ വരുമ്പോഴത്തേനും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ദിവസത്തെ ഡെയിലി വിശേഷങ്ങൾ. പിന്നെ നൈറ്റ് ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ പോണു. എന്തായാലും ഇനിയും അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.